വർഷമായി ബസ് ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ് വന്നിട്ട് 18 കൊല്ലമായി. ഈ ബസ് വന്നിട്ട് 15 വർഷം കഴിഞ്ഞിട്ട് പോലും ഈ വണ്ടി ഒരു മാസത്തിൽ 6 തവണ ഈ ബസ് കംപ്ലൈൻറ്റ് ഉണ്ട്. 6 തവണ ഈ ബസ് കംപ്ലൈൻറ്റ് ഉണ്ട്. ആൾക്കാർക്ക് എല്ലാം ബുദ്ധിമുട്ടാണ്. അമ്പനാട് പോകുന്ന പൂത്തോട്ടം നെടുമ്പാറ പോകുന്ന ആൾക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഈ ബസ് മാസത്തിൽ ഒരു 6-7 വട്ടം ഈ ബസ് വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ അവസ്ഥ കൊണ്ട് ഈ ബസ് മൊത്തം കംപ്ലൈൻറ്റാണ്. ആര്യങ്കാവ് പഞ്ചായത്തിലെ സുപ്രധാന റോഡായ കഴുതുരുട്ടി നെടുമ്പാറ അമ്പനാട് റോഡിന്റെ വർഷങ്ങളായുള്ള ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ MLA നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ട് DMKയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. 18 വർഷം പഴക്കമുള്ള അമ്പനാട് ബസും 5 വർഷമായി തകർന്നു കിടക്കുന്ന റോഡുമാണ് ഇവിടെ ഉള്ളതെന്നും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. തകർന്ന റോഡിലൂടെയുള്ള ബസ് സർവീസ് മൂലം മാസത്തിൽ മിക്ക ദിവസങ്ങളിലും സർവീസ് മുടങ്ങും. ഓട്ടോറിക്ഷകളോ ചെറിയ വാഹനങ്ങളോ ഇതുവഴി വരാറില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു. പാതയുടെ കാര്യത്തിൽ പുനലൂർ MLA ഇപ്പോഴും ഉറക്കത്തിലാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DMK കൊല്ലം ജില്ലാ സെക്രട്ടറി റജിരാജ് പറഞ്ഞു. ഐതിഹ്യങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ കുംഭകർണൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉറങ്ങുന്ന ആളാണ് പുനലൂർ MLA എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനങ്ങൾ പറയുന്നത്. ഏതായാലും 5 വർഷം ഉറങ്ങിത്തീർത്തു. നിയമസഭയിൽ ഇരുന്നും ഉറങ്ങി. യാതൊരു വികസന പരിപാടികളും ഈ മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കൊച്ചു കാര്യങ്ങൾ പോലും എനിക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ PWDയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവലോകന യോഗങ്ങൾ ചേരുന്നതൊക്കെ കാണാറുണ്ട്. അത് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് നൽകാറുമുണ്ട്. അവലോകന യോഗം ചേർന്നു, ഇന്ന തീരുമാനമെടുത്തു എന്നൊക്കെ പറഞ്ഞ് പത്രക്കുറിപ്പ് കൊടുക്കുന്നതല്ലാതെ അദ്ദേഹം സൃഷ്ടിപരമായിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് അനുരോധമായി ചെയ്തതായിട്ട് യാതൊരു അറിവുമില്ല. ഈ റോഡിൻ്റെ കാര്യത്തിലും ഈ മേഖലയുടെ വികസനത്തിൻ്റെ കാര്യത്തിലുമെല്ലാം MLA സ്വീകരിച്ച നിലപാട് അതുതന്നെയാണ്. പാതയുടെ നവീകരണം ഇനിയും വൈകിയാൽ കൂടുതൽ കടുത്ത പ്രതിഷേധ നടപടികളിലേക്ക് നീങ്ങാനാണ് DMKയുടെ തീരുമാനം. നാട്ടുവാർത്ത, തെന്മല.